പ്രേതദ്വീപ്. രചന സോനു. ഞാനും അമ്മയും അച്ഛനും ചേട്ടനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് ഞങ്ങളുടേത്. വീട്ടിൽ തല തിരിച്ചവൻ എന്ന പേര് എനിക്കായിരുന്നു. എനിക്ക് എൻ്റെ ചേട്ടനെയായിരുന്നു ഒരുപാട് ഇഷ്ടം. അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ ഞാൻ ചേട്ടൻ്റെ പേഴ്സിൽ നിന്നുമാണ് അടിച്ചു മാറ്റുന്നത്. ചേട്ടൻ അതിന് ഒരു പരിഭവം ഉണ്ടായിരുന്നുമില്ല. അങ്ങനെ എൻ്റെ കോളേജ് പഠനം അവസാനിച്ചു. പിന്നീടുള്ള തുടർ പഠനം അങ്ങ് മംഗലാപുരത്താണ്. ഇനി എനിക്ക് പോകാൻ 1 മാസത്തെ സമയം കൂടിയുണ്ട്. 1 മാസം കഴിവിൻ്റെ മാക്സിമം അടിച്ചു പൊളിക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ അന്നത്തെ വൈകുന്നേരം ഒരു വിഷമിപ്പിക്കുന്ന വാർത്തയുമായാണ് ചേട്ടൻ വന്നത്. എന്തോ കമ്പനിയുടെ ആവശ്യത്തിനായി കുറച്ചുനാൾ മാറി നിൽക്കണമത്രേ. 7 ദിവസം മാറി നിൽക്കേണ്ടി വന്നേക്കാം. വിഷമത്തോടെയാണെങ്കിലും ഞങ്ങളത് സമ്മതിച്ചു. അങ്ങനെ ചേട്ടൻ തുണിയും പെട്ടിയുമൊക്കെയായി പോകുമ്പോൾ കുറച്ചു മുമ്പോട്ട് നടന്ന ശേഷം ഒരു ചെറു പുഞ്ചിരിയോടെ ഞങ്ങളെ ഒന്ന് നോക്കി. ചേട്ടനില്ലാത്ത ആ വീട് ഞങ്ങൾക്ക് നരകമായിരുന്നു. ചേട്ടൻ്റെ ഫോണിൽ പല തവണ വിളിച്ചെങ്കിലും ഫോൺ പരിധിക്ക് പുറത്തും, പിന്നീട് സ്വിച്ച് ഓഫും ആയിരുന്നു. അങ്ങനെ 7 ദിവസങ്ങൾ കഴിഞ്ഞു. ചേട്ടനെ കാത്തിരുന്നതല്ലാതെ ചേട്ടൻ മടങ്ങിയെത്തിയില്ല. 10 ദിവസങ്ങളായിരിക്കുന്നു. വീട്ടിൽ എല്ലാവർക്കും ആദിയായി. ഞാനും അച്ഛനും കൂടി ചേട്ടൻ്റെ കമ്പനിയിൽ പോയി ഒന്ന് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ കമ്പനിയുടെ മുമ്പിൽ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഒരാൾക്കൂട്ടമാണ്. അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് എൻ്റെ ചേട്ടനും ആ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന കുറച്ചു പേരും 7 ദിവസത്തെ ലീവ് എടുത്തിരിക്കുകയാണെന്ന്. മറ്റുള്ളവരും അവനവരുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. അവരും അന്വേഷിച്ചു വന്നതാണ്. ഒന്നുറപ്പാണ്, സ്വന്തം വീടുകളിൽ നുണ പറഞ്ഞവർ ഒരുമിച്ചാണ് പോയിരിക്കുന്നത്. പക്ഷേ എങ്ങോട്ട്, എന്തിന് എന്നൊന്നും ഒരു പിടിയും കിട്ടിയില്ല. ഞങ്ങൾ ഖാദിയായി. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തെങ്കിലും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ചേട്ടൻ എന്നെങ്കിലും മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ കാത്തിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ല. ഞങ്ങളുടേതായ രീതിയിലും കുറേ അന്വേഷിച്ചു. പക്ഷേ അന്നു മുതൽ പയ്യെ പയ്യെ എൻ്റെ അമ്മയുടെ മാനസിക നിലയ്ക്ക് മാറ്റം വന്നു തുടങ്ങി. എനിക്ക് മംഗലാപുരത്ത് കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ദിവസം അടുത്തു. പക്ഷേ അമ്മ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പോകുന്നത്? അച്ഛന് മാത്രം അമ്മയെ നോക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ അച്ഛൻ എന്നെ നിർബന്ധിച്ച് കോളേജിലേക്ക് പറഞ്ഞയച്ചു. കോളേജിൽ ചെന്ന് എനിക്ക് പഠിത്തത്തിൽ അങ്ങനെ ശ്രദ്ധ പുലർത്താനൊന്നും കഴിഞ്ഞില്ല. ആരോടും അങ്ങനെ മിണ്ടാറുമില്ല. വലിയ സൗഹൃദമായി എനിക്ക് ആകെ ഉണ്ടായിരുന്നത് വിഷ്ണുവാണ്. മംഗലാപുരത്ത് തന്നെ താമസിക്കുന്ന ഒരു മലയാളി. ഞാൻ എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞിരുന്നു. ചെറുപ്പത്തിലെ തന്നെ ഒരു ആക്സിഡൻറ്റിൽ അവൻ്റെ അച്ഛനും അമ്മയും അവനെയും അവൻ്റെ അനിയത്തിയെയും ഒറ്റയ്ക്കാക്കി ഈ സുന്ദരമായ ലോകത്തോട് വിട പറഞ്ഞതാണ്. ആ ആക്സിഡൻറ്റിൽ അവൻ്റെ അനിയത്തിയുടെ കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടു. ക്ലാസ് കഴിഞ്ഞ് ഓട്ടോ ഓടിച്ചാണ് അവൻ കുടുംബം നോക്കിയിരുന്നത്. വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു പഠിക്കുന്നവൻ. എനിക്ക് അവൻ്റെ അനിയത്തിയെ ഇഷ്ടമായിരുന്നു. അതവനോട് നേരിട്ട് പറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെയാണ് എനിക്ക് മറുപടി തന്നത്: നീ എന്തായാലും വെയിറ്റ് ചെയ്, കുറച്ചുനാൾ കൂടി കഴിഞ്ഞ് ഈ സ്നേഹം ഇതുപോലെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. അവൻ്റെ പക്വതയുള്ള ആ മറുപടി എനിക്ക് കുറച്ചെങ്കിലും സന്തോഷവും തന്നു. അങ്ങനെ 1 വർഷം തീരാറായി. ലാസ്റ്റ് എക്സാമും കഴിഞ്ഞു. ചേട്ടനെപ്പറ്റി ഇപ്പോഴും ഒരു വിവരവുമില്ല. നാളെ എല്ലാവർക്കും അവനവരുടെ വീടുകളിലേക്ക് പോകാം. ഇന്ന് ഒരു ചെറിയ മദ്യക്കുപ്പിയെടുത്ത് ആഘോഷിക്കാൻ ഞാനും വിഷ്ണുവും തീരുമാനിച്ചു. രാത്രിയിൽ കോളേജിൻ്റെ പുൽമൈതാനിയിൽ തന്നെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വിഷ്ണു എന്നോട് അവൻ്റെ വിഷമങ്ങൾ പറയാൻ തുടങ്ങി. ഡാ, നിനക്കറിയോ, എൻ്റെ അനിയത്തി അവൾ ഒരു പഞ്ചപാവാടാ. ഒത്തിരി അവൾ സഹിക്കുന്നുണ്ട്. ഞാൻ ജീവിക്കുന്നത് തന്നെ അവൾക്ക് വേണ്ടിയാ. ഒരു 4 ലക്ഷം രൂപയുണ്ടെങ്കിൽ അവൾക്ക് കാഴ്ച കിട്ടും. അത് ഞാൻ ഉണ്ടാക്കുവടാ. ഇത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അന്ന് ആ പുൽമൈതാനത്ത് തന്നെ കിടന്നുറങ്ങിപ്പോയി. കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവൻ്റെ കുഞ്ഞു വീട്. അനിയത്തിയെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചിയുടെ വീട്ടിൽ ഏൽപ്പിച്ചു. അവർക്ക് വിഷ്ണുവും അനിയത്തിയും സ്വന്തം മക്കളെപ്പോലെയാണ്. വെളുപ്പാൻ കാലത്തെ ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയാണ്. എന്നോടെന്തോ പേഴ്സണലായി സംസാരിക്കണം എന്നവൾ പറഞ്ഞപ്പോൾ വിഷ്ണു പയ്യെ മാറി നിന്നു. കുറച്ചകലെ ഞങ്ങളെ നോക്കിയവൻ നിൽക്കുകയാണ്. ആ കുട്ടി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ ഞെട്ടിത്തരിച്ചുപോയി. എല്ലാം പറഞ്ഞ ശേഷം കരഞ്ഞുകൊണ്ട് പോകുന്ന അവളെ കണ്ട വിഷ്ണു എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ചോദിച്ചു: എന്താടാ, എന്താ പ്രശ്നം? ആരാ കുട്ടി?
അവർ എന്താ നിന്നോട് പറഞ്ഞത്? പേടിച്ച് വിറങ്ങലിക്കുന്ന ഒരു ശബ്ദത്തോടെ ഞാൻ അവനോട് പറഞ്ഞു. പ്രേതദ്വീപ്. പ്രേതദ്വീപോ? നീ ഒന്ന് വ്യക്തമായി പറയ്. ഞാൻ അവനുള്ള മറുപടിയായി അവൾ പറഞ്ഞ കാര്യങ്ങൾ അവനോട് പറഞ്ഞു. അതെ, പ്രേതദ്വീപ്. ഒരിക്കൽ കയറിയാൽ പിന്നെ മടക്കമില്ലാത്ത ദ്വീപ്. എൻ്റെ ചേട്ടൻ പോയത് അങ്ങോട്ടേക്കാണ്. അതെങ്ങനെ നിനക്കറിയാം? ഇപ്പോൾ വന്നത് എൻ്റെ കൂടെ കാണാതെ പോയ ഒരാളുടെ അനിയത്തിയാണ്. അവളുടെ ചേട്ടൻ അവളോട് എല്ലാം പറയാറുണ്ടത്രേ. പോകുന്നതിന് തൊട്ട് മുമ്പ് അവളോടായി അയാൾ രഹസ്യത്തിൽ പറഞ്ഞിരുന്നു ഈ കാര്യം. പൊതുവെ ഗോസ്റ്റ് ഹണ്ടിങ് താല്പര്യമുള്ള ആളായിരുന്നു എൻ്റെ ചേട്ടൻ. ഏതോ സുഹൃത്ത് വഴിയാണ് അവർ ഈ ദ്വീപിനെ പറ്റിയും അവിടെയുള്ള രക്തരക്ഷസിനെ തളച്ചിരിക്കുന്ന മനയെപ്പറ്റിയും കേട്ടത്. വീട്ടിലറിഞ്ഞാലുള്ള പ്രശ്നം മൂലമാകും അവർ നുണ പറഞ്ഞത്. എനിക്ക് അവിടേക്ക് പോണടാ. ഒരു പക്ഷേ എൻ്റെ ചേട്ടൻ അവിടെ ആ ദ്വീപിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ? എല്ലാം കേട്ടതിന് ശേഷം ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് അവൻ എന്നോട് ചോദിച്ചു, നീ പോകാൻ തീരുമാനിച്ചോ? എനിക്ക് പോണം. എൻ്റെ ചേട്ടനും മറ്റുള്ളവർക്കും എന്തു പറ്റിയെന്നറിയാനെങ്കിലും എനിക്ക് പോയേ പറ്റുള്ളൂ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ അടുത്ത മറുപടി. നിന്നെ തടയാൻ ഞാൻ ആളല്ല. നിന്നോടൊപ്പം ഞാൻ കൂടി ഉണ്ടാകും. പരമാവധി ഞാൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. കാരണം കണ്ണു കാണാത്ത അവൻ്റെ അനിയത്തിക്ക് അവൻ മാത്രമേ ഉള്ളൂ. അവനൊന്നും സംഭവിക്കാൻ പാടില്ല. പക്ഷേ അവൻ്റെ തീരുമാനം ഉറച്ചതായിരുന്നു. ഇന്ന് തന്നെ പുറപ്പെടണം. വിഷ്ണു അവൻ്റെ അനിയത്തിയെ അടുത്തുള്ള ചേച്ചിയെ ഏൽപ്പിച്ചു. പോകാനൊരുങ്ങുമ്പോൾ അവൻ്റെ അനിയത്തി അവനോട് ചോദിച്ചു, വേഗം വരില്ലേ? ഏകദേശം 10 മണിയോടെ ഞങ്ങൾ യാത്ര തുടർന്നു. കേരള തമിഴ്നാട് ബോർഡറിൽ ഉള്ള കുറിഞ്ഞിക്കാട് എന്ന ഉൾഗ്രാമത്തിലാണ് ഈ ദ്വീപും മനയും ഉള്ളതെന്ന് കേട്ടിട്ടുണ്ട്. കുറച്ചു ദൂരം യാത്രയുണ്ട്. കുറേ ദൂരം പിന്നിട്ട് ഞങ്ങൾ ഏകദേശം 5 മണിയോടെ കുറിഞ്ഞിക്കാട് എത്താറായി. പക്ഷേ അറിഞ്ഞതുപോലെയൊന്നും ആയിരുന്നില്ല ആ സ്ഥലം. കുറിഞ്ഞിക്കാടിനോട് അടുക്കുമ്പോൾ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. മലകളും താഴ്വരകളും ഒക്കെയായി മനോഹരമായ സ്ഥലങ്ങളിൽ കൂടിയാണ് യാത്ര. പക്ഷേ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ സ്ഥലങ്ങളുടെ മട്ടുമാറി തുടങ്ങി. ആകെ ഒരു ഇരുണ്ട അന്തരീക്ഷം. നല്ല വഴി തീർന്നു. ഇപ്പോൾ മണ്ണിട്ട ഒരു മോശമായി കിടക്കുന്ന വഴിയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. കുറച്ചകലെയായി ഒരു കാട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങോട്ടേക്കാണ് വഴി എന്ന് തോന്നുന്നു.